ഹായ്. ഒരുപാട് ആളുകൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അടുത്ത വീഡിയോ എപ്പോഴാണ് പോസ്റ്റ് ചെയ്യാന്നുള്ളത്. പക്ഷേ ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ ഒക്കെ ഉണ്ടായതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ പോസ്റ്റ് ചെയ്യാൻ പറ്റാതിരുന്നത്. ഇനി അങ്ങോട്ട് പെട്ടെന്ന് തന്നെ, വളരെ പെട്ടെന്ന് കഴിയും പോലെ പെട്ടെന്ന് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഹിസ്റ്റോറിക്കൽ ഫിഗറിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അതായത് നമ്മുടെ ഒരു ഉദ്ദേശം തന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഫിലോസഫിയെ ആദ്യം മുതൽ, അതായത് അടിമുടി ഫിലോസഫിയെ പഠിക്കുക, എന്താണ് ഫിലോസഫി എന്ന് പറഞ്ഞാൽ, അതുപോലെ തന്നെ ഫിലോസഫി എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നു, എങ്ങനെയാണ് അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, എത്തരത്തിലാണ് നമുക്ക് ഫിലോസഫിയെ നല്ല രൂപത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നത് എന്നൊക്കെയുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ പറയാൻ പോകുന്നത്. ഇനി നമ്മളിപ്പോൾ പറയുന്നത് ഏത് സബ്ജക്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിലും, സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ സോഷ്യൽ സയൻസ് എടുത്താലും, ബയോളജി എടുത്താലും, കെമിസ്ട്രി എടുത്താലും, പൊളിറ്റിക്സ് എടുത്താലും, ഹിസ്റ്ററി എടുത്താലും, ഏത് ടോപ്പിക് എടുത്താലും എല്ലാ ടോപ്പിക്കിലും വന്ന് തലവെക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. നമുക്കറിയാം, അത്തരത്തിലുള്ള ചില ചിന്തകർ നമ്മുടെ ചരിത്രത്തിലുടനീളമുണ്ട്. ആ ചരിത്രത്തിൽപ്പെട്ട ഒരു വ്യക്തിയെക്കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഫിലോസഫി പോലും തുടങ്ങാൻ കാരണമായ, ഇന്ന് നമ്മൾ കാണുന്ന കോടതി മുറികളിലെല്ലാം അനുഷ്ഠിച്ചു പോരുന്ന, അല്ലെങ്കിൽ അവിടെ നടന്നു വരുന്ന വാദപ്രതിവാദങ്ങളും, നമ്മൾ സത്യം എങ്ങനെയാണ് കണ്ടെത്തുന്നത്, കോടതി എങ്ങനെയാണ് ഒരു വാദത്തിനെ കേൾക്കുന്നത്, അവസാന നിഗമനത്തിലേക്ക് എത്തുന്നത്, ഇതെല്ലാം തയ്യാറാക്കിയ, ഇതിൻ്റെ എല്ലാം അടിസ്ഥാനപരമായ ഐഡിയ കൊണ്ടുവന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അതായത് ഇന്ന് വരെ ഒരൊറ്റ പുസ്തകം പോലും എഴുതിയിട്ടില്ലാത്ത, പക്ഷേ ലോകത്തുള്ള എല്ലാ വിജ്ഞാന ശാഖകളെയും ചിന്തകരെയും ഒരുപോലെ സ്വാധീനിച്ച ഒരു വ്യക്തിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. മറ്റാരുമല്ല, സോക്രട്ടീസ്. സോക്രട്ടീസ് എന്ന് പറഞ്ഞാൽ ഒരു യുഗത്തിൻ്റെ ആരംഭമായിരുന്നു യഥാർത്ഥത്തിൽ സോക്രട്ടീസിൻ്റെ ഒരു ജീവിതം എന്ന് പറയുന്നത്. അത്രയും കാലം മതപരമായോ അല്ലെങ്കിൽ സാംസ്കാരികപരമായോ സത്യവും കളവും നിർവചിച്ചു വരുന്ന ഒരു ഘട്ടത്തിൽ നിന്നും മാറി പുതിയൊരു യുഗത്തിലേക്ക് ഫിലോസഫിയെ കൊണ്ടുവരിക എന്നുള്ളൊരു ധർമ്മമാണ് യഥാർത്ഥത്തിൽ സോക്രട്ടീസ് ചെയ്തിട്ടുള്ളത്. പിന്നെ സോക്രട്ടീസിൻ്റെ പരമ്പര എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും വളരെ പരിചിതമാണ്. സോക്രട്ടീസിൻ്റെ ശിഷ്യനായ പ്ലേറ്റോയുടെ ശിഷ്യനായ അരിസ്റ്റോട്ടിൽ. ഈ ഒരു 3 പരമ്പരകളാണ്, ഗുരുശിഷ്യ പരമ്പരകളാണ് നമ്മൾ ഇന്ന് കാണുന്ന ഏകദേശം എല്ലാ സബ്ജക്റ്റുകളുടെയും, അല്ലെങ്കിൽ ഏകദേശം എല്ലാ വിജ്ഞാന ശാഖകളുടെയും പിതാക്കന്മാർ, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ഫ്യൂവൽ എന്ന് പറയുന്നത് ഇവർ 3 പേരാണ്. നാച്ചുറൽ സയൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ പോലും അരിസ്റ്റോട്ടിലൂടെയാണ് നാച്ചുറൽ സയൻസിൻ്റെ തുടക്കം വരുന്നത്. ഇത്രത്തോളം ആധുനിക യുഗത്തിനെ സ്വാധീനിക്കാൻ മാത്രം എന്തായിരുന്നു സോക്രട്ടീസിനുണ്ടായിരുന്ന, അല്ലെങ്കിൽ സോക്രട്ടീസിൻ്റെ ഐഡിയയിൽ ഉണ്ടായിരുന്നത് എന്താണ്? അതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. സ്വാഭാവികമായും സോക്രട്ടീസിൻ്റെ എൻ്റയർ ഫിലോസഫി എന്ന് പറയുന്നത് നമുക്കൊരു വീഡിയോയിൽ പറയാൻ പറ്റുന്നതല്ല. നമുക്ക് വ്യത്യസ്തമായ വീഡിയോയിലൂടെ അപ്ലോഡ് ചെയ്യാം. മാത്രമല്ല, കഴിവിൻ്റെ പരമാവധി നമുക്ക് സോക്രട്ടീസിൻ്റെ ഏറ്റവും സത്തയായി എന്താണ് അദ്ദേഹം, എന്തും റാഡിക്കലായ മാറ്റമാണ് ഹിസ്റ്ററിയിൽ കൊണ്ടുവന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. പിന്നെ സോക്രട്ടീസിനെ കുറിച്ച് പഠനം നടത്തുന്ന, നിരീക്ഷിക്കുന്ന, റിസർച്ച് ചെയ്യുന്ന ആരാണെങ്കിലും ആ വിദ്യാർത്ഥി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം സോക്രട്ടീസിനെ കുറിച്ചുള്ള ഒതൻറ്റിക്കായ ഒരൊറ്റ ഗ്രന്ഥവുമില്ല എന്നുള്ളതാണ്. അതായത് ഒരു പുസ്തകം പോലും സ്വന്തമായിട്ട്, പുസ്തകമല്ല ഒരു വരി പോലും സ്വന്തമായിട്ട് എഴുതാത്ത ഒരു വ്യക്തിയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സോക്രട്ടീസിനെ കുറിച്ചുള്ള ബാക്കിയായ അറിവുകൾ, അല്ലെങ്കിൽ സ്ക്രിപ്ചേഴ്സ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ പ്ലേറ്റോ എഴുതിയത് മാത്രമാണ്. ആ ഒരു സ്ക്രിപ്ചറിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സോക്രട്ടീസിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നത്. ആദ്യം തന്നെ എങ്ങനെയാണ് സോക്രട്ടീസിൻ്റെ, അല്ലെങ്കിൽ പുതിയൊരു ഫിലോസഫിയുടെ ഉദയം എന്ന് പറയുന്നത്? ഞാനിവിടെ ഫിലോസഫി എന്ന് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൻ്റെ അർത്ഥത്തിലല്ല, നേരെ മറിച്ച് പുതിയൊരു ചിന്താ സരണിയുടെ ഒരു തുടക്കം എങ്ങനെയായിരുന്നു? ഇതിൻ്റെ പിന്നിലൊരു രസകരമായൊരു കഥയുണ്ട്. അതായത് ഒരു ചെറുപ്പക്കാരൻ, ഗ്രീസിലുള്ള ഒരു ചെറുപ്പക്കാരൻ ആൻഷ്യൻ ഗ്രീസിലുള്ള ഒരു ടെമ്പിളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതായത് ഇവരുടെ അപ്പോളോ ദേവൻ, ഇവർ വിശ്വസിക്കുന്ന സമാധാനത്തിൻ്റെയും വിശുദ്ധിയുടെയും ഒക്കെ ദൈവമായിരുന്ന അപ്പോളോ ദേവനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവർ പോകുന്നത്. അതായത് ഡൽഹിയിലുള്ള ഒറാക്കിൾ എന്ന് പറയുന്ന ഒരു ടെമ്പിളിലേക്കാണ് പോകുന്നത്. ആ ടെമ്പിളിൽ നിന്നും അപ്പോളോയുടെ ചില വാക്കുകൾ, അല്ലെങ്കിൽ അവരുടെ അശരീരി കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവരുടെ ഒരു
വാദം എന്ന് പറയുന്നത്. അങ്ങനെ കെറാഫോൺ എന്ന് പറയുന്ന ഗ്രീക്കിലുള്ള ഒരു ചെറുപ്പക്കാരൻ പോവുകയും അവിടെ നിന്ന് കെറാഫോൺ അപ്പോളോയോട് ചോദിക്കുകയാണ്, ഈ ലോകത്ത് സോക്രട്ടീസിനേക്കാൾ കൂടുതൽ വൈസറായ ആരെങ്കിലും ഉണ്ടോ? ആ സമയത്ത് അപ്പോളോ മറുപടി കൊടുക്കുകയാണ്, ഇല്ല, ഈ ലോകത്ത് ഏറ്റവും വൈസറായ ഒരാളെന്ന് പറയുന്നത് അത് സോക്രട്ടീസ് ആണ് എന്നുള്ളതാണ്. അങ്ങനെ ഡൽഹിയിൽ നിന്നും കെറാഫോൺ തിരിച്ചെത്തുന്നു, ഗ്രീക്കിലേക്ക് വരുന്നു. അദ്ദേഹം ഈ നടന്നിട്ടുള്ള സംഭവം എല്ലാവരോടും പറയുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് സാധാരണ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന നമ്മൾ ചിന്തിക്കുന്ന തരത്തിലുള്ള സാധാരണ ആളുകളാണെങ്കിൽ ഒന്നുകിൽ ആ ഒരു പ്രശസ്തിയെ ഏറ്റെടുക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യും. ഇനി അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഇത് സൂപ്പർസ്റ്റിഷനാണ്, അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞിട്ട് ഇതിനെ തള്ളിക്കളയും, റിജക്റ്റ് ചെയ്യും. നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ചിന്തിക്കേണ്ടത് എന്തുകൊണ്ട് നമ്മൾ ഗ്രീക്കിലേക്ക് തിരിച്ചു പോകുന്നു എന്നുള്ളതിൻ്റെ ഉത്തരം കൂടെയാണിത്. അതായത് ഒന്നുകിൽ വിശ്വസിക്കണം അല്ലെങ്കിൽ അവിശ്വസിക്കണം എന്നുള്ള രണ്ട് അർത്ഥത്തിലല്ലാതെ നമുക്കൊരു സാധനത്തിനെയും ഒരു വസ്തുതയെയും കാണാൻ പറ്റാത്തൊരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഇന്നുള്ളത്. അവിടെയാണ് ഈ ഒരു പോയിന്റ് വളരെ റെലവൻ്റ് ആകുന്നത്. അങ്ങനെ ഇദ്ദേഹം ഒരിക്കലും ഇതിനെ അക്സെപ്റ്റ് ചെയ്യുകയോ റിജക്റ്റ് ചെയ്യുകയോ ചെയ്യുന്നില്ല. നേരെ മറിച്ച് ഇദ്ദേഹം അതിനെ ചോദ്യം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ക്വസ്റ്റ്യൻ ചെയ്യുന്നു അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ ഒരു പുതിയ ഫിലോസഫിയുടെ ഉദയം എന്ന് പറയുന്നത്. അതുവരെ നിർമ്മിച്ചു വെച്ച അല്ലെങ്കിൽ അതുവരെ ആൾക്കാർ കരുതിപ്പോന്ന ചിന്തകളെ, വിശ്വാസങ്ങളെ എല്ലാം തകിടം മറിക്കുന്ന ഒരു മുന്നേറ്റമായിരുന്നു അന്ന് സോക്രട്ടീസ് യഥാർത്ഥത്തിൽ ചെയ്തത്. സോക്രട്ടീസിൻ്റെ കാര്യത്തിലേക്ക് വരുന്നതിന് മുമ്പേ നമുക്കെല്ലാവർക്കും സോക്രട്ടീസിനെ കുറിച്ച് അറിയുന്നത് ഗ്രീക്കിൻ്റെ തെരുവിലൂടെ അലക്ഷ്യമായി നടക്കുകയും അതുപോലെ തന്നെ വളരെ ബുദ്ധിമുട്ടാക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ച് ഓരോരുത്തരെയും കഷ്ടത്തിലാക്കുകയൊക്കെ ചെയ്യുന്ന, അവസാനം പോയിസൺ കുടിച്ച് മരിച്ച, ശിക്ഷയുടെ ഭാഗമായി പോയിസൺ അകത്തായി മരിച്ച ഒരാളുടെ കഥയാണ് നമുക്ക് സോക്രട്ടീസിൻ്റെ പേര് പറയുമ്പോൾ മനസ്സിലാവുന്നത്. എന്നാൽ ഈ ഒരു സംഭവത്തിന് ശേഷം, അപ്പോളോയുടെ ഈ ഒരു അശരീരിക്ക് ശേഷം അദ്ദേഹം ചെയ്യുന്നത്, അയാൾ പറയുന്നത്, അയാൾ ഉന്നയിക്കുന്ന ഒരേ ഒരു വാദം എന്ന് പറയുന്നത് എനിക്കൊന്നും അറിയില്ല എന്നുള്ളതാണ്. അദ്ദേഹം ക്ലെയിം ചെയ്യുന്നത് എനിക്കൊന്നും അറിയില്ല. പക്ഷേ അപ്പോളോ ദൈവം പറഞ്ഞത് ലോകത്തെ ഏറ്റവും വയസ്സായ ആളെന്ന് പറഞ്ഞാൽ സോക്രട്ടീസാണ്. സോക്രട്ടീസ് മനസ്സിലാക്കുന്നു ഇത് രണ്ടും തമ്മിൽ ചെറിയൊരു കോൺട്രഡിക്ഷൻ ഉണ്ട്. അതായത് ഞാൻ സമർത്ഥിക്കുന്നത് എനിക്കൊന്നും അറിയില്ല എന്നുള്ളതാണ്. പക്ഷേ അപ്പോളോ ദൈവം പറയുന്നത് ഈ ലോകത്ത് സോക്രട്ടീസിനേക്കാൾ വയസ്സറായ മറ്റൊരാളില്ല എന്നുള്ളതാണ്. ആ ഒരു പോയിന്റിൽ നിന്നാണ് ഫിലോസഫിയിലേക്ക് സോക്രട്ടീസ് കടന്നു വരുന്നത്. ഈ ഒരു സംഭവത്തിന് ശേഷമാണ് അദ്ദേഹം പുതിയൊരു മെത്തേഡിന് തുടക്കം കുറിക്കുന്നത്. അതിലേക്കാണ് നമ്മളിനി പോകുന്നത്. ഇന്ന് നമ്മൾ സൈക്കോളജി എടുത്ത് നോക്കുകയാണെങ്കിൽ, തെറാപ്പിസ്റ്റിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ, എങ്ങനെയാണ് തെറാപ്പിസ്റ്റ് അവരുടെ ക്ലയൻറ്റിൻ്റെ മൈൻഡിനെ ഹീൽ ചെയ്യുന്നത്? അതുപോലെ തന്നെ ടീച്ചേഴ്സ് എങ്ങനെയാണ് വിദ്യാർത്ഥികൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്നത്? എന്തിനു വേണ്ടിയാണ് അവരത് ചെയ്യുന്നത്? പിന്നെ കോർട്ട് റൂമുകളിൽ എങ്ങനെയാണ് ജഡ്ജ് ഒരു കാര്യം തീരുമാനിക്കുന്നത്, നിഗമനത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇതിൻ്റെയൊക്കെ ബേസാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെയൊക്കെ എസെൻസ് ആണ് നമ്മൾ ഇന്ന് അൺകവർ ചെയ്യാൻ പോകുന്നത്. സോക്രട്ടീസാണ് ഇത്തരത്തിലുള്ള എങ്ങനെയാണ് ചിന്തയിലൂടെ നമുക്ക് മനുഷ്യ സമൂഹത്തിന് പുതിയൊരു കാര്യങ്ങളെ കണ്ടെത്താൻ പറ്റുന്നത്. ഇതിലേക്കാണ് സോക്രട്ടീസിൻ്റെ ഒരു നടത്തം എന്ന് പറയുന്നത്. സോക്രട്ടീസിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് മോഡേൺ സിവിലൈസേഷനിലുള്ള എല്ലാ ആസ്പെക്റ്റുകളിലും നമുക്കിത് കാണാൻ പറ്റും. അതായത് ഒരു സയൻറ്റിസ്റ്റ് അദ്ദേഹത്തിൻ്റെ തിയറികളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡാണെങ്കിലും, അതുപോലെ തന്നെ തെറാപ്പിസ്റ്റ് അദ്ദേഹത്തിൻ്റെ ക്ലയൻറ്റിൻ്റെ വളരെ ഡിസ്ട്രക്റ്റീവായ തോട്ട് പാറ്റേൺസിനെ അനലൈസ് ചെയ്യുന്നതാണെങ്കിലും, ഒരു അധ്യാപകനോ അധ്യാപകയോ തൻ്റെ സ്റ്റുഡൻറ്റിനെ ക്രിട്ടിക്കലി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു പദ്ധതി തയ്യാറാക്കുന്നതിലോ എല്ലാം ഉപയോഗിക്കുന്നത് ഈ സോക്രാറ്റിക് മെത്തേഡാണ്. വെറും മെമ്മറിയെ കുറിച്ച് പഠിക്കുന്നതല്ല, നേരെ മറിച്ച് ക്രിട്ടിക്കലി ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു വസ്തുതയെ നോക്കിക്കാണലാണ് യഥാർത്ഥത്തിലുള്ള അവൈക്കനിങ് എന്നുള്ളതാണ് സോക്രട്ടീസിൻ്റെ ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. 1970-കളിൽ ഏറ്റവും കൂടുതൽ കോട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പേപ്പറായിരുന്നു മെറ്റാകോഗ്നിഷനെ കുറിച്ചിട്ടുള്ളത്. മെറ്റാകോഗ്നിഷൻ എന്ന് പറയുന്നത് അതുവരെ
IQ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ മെമ്മറൈസ് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ആളുകളാണ് കൂടുതൽ IQ ഉണ്ട് എന്നുള്ള ഒരു അർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മെറ്റാകോഗ്നിഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. മെറ്റാകോഗ്നിഷൻ എന്ന് പറയുന്നത് സ്വന്തം കോഗ്നിറ്റീവ് സ്റ്റേറ്റിനെ, സ്വന്തം ചിന്തയെ തന്നെ അനലൈസ് ചെയ്യാനുള്ള ഒരു പ്രത്യേക തരം കഴിവിനെയാണ് മെറ്റാകോഗ്നിഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു സോക്രാറ്റിക് മെത്തേഡ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിലൊരു മെറ്റാകോഗ്നിറ്റീവ് മെത്തേഡായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനിയാണ് നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിളിലേക്ക് കടക്കാൻ പോകുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, എങ്ങനെയാണ് ട്രൂത്തിനെ ഒപ്പീനിയനിൽ നിന്നും മാറ്റി നിർത്തുന്നത്? സത്യം എന്ന് പറഞ്ഞാൽ അതൊരു അഭിപ്രായമാണ്. ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ്, ഇതെൻ്റെ അഭിപ്രായമാണ്, നിനക്ക് നിൻ്റെ അഭിപ്രായം ഉണ്ടാവും. അത് ശരിയാണ്. പക്ഷേ സത്യത്തിനെ അഭിപ്രായത്തിൽ നിന്നും മാറ്റി നിർത്തുന്നത് എന്താണ്? അതുപോലെ തന്നെ അടുത്ത കാര്യം, ഒരു ആക്ഷനെ, എന്തെങ്കിലും ഒരു പ്രവൃത്തിയെ നല്ലതാക്കുന്നതും ചീത്തയാക്കുന്നതും എന്താണ്? വാട്ട് മേക്സ് ആക്ഷൻ റൈറ്റ് ഓർ റോങ്? പിന്നീടുള്ള ചോദ്യം, എന്താണ് എഡ്യൂക്കേഷൻ്റെ പർപ്പസ് എന്നാൽ എന്താണ്? ഇപ്പോഴും ആർക്കും ഉത്തരം കിട്ടാത്ത വലിയൊരു പ്രഹേളികയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് വിദ്യാഭ്യാസത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്? നമ്മൾ എന്തിനു വേണ്ടിയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ മരണത്തെ അഭിമുഖീകരിക്കുന്നത്? ഇൻഡിവിജ്വൽ ഹാപ്പിനെസ്സും സോഷ്യൽ ജസ്റ്റിസും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇതുപോലെയുള്ള ഇപ്പോഴും ഉത്തരം കിട്ടാത്ത വലിയ ചോദ്യങ്ങൾ, വളരെ കോംപ്ലക്സ് ആയ, സൊഫിസ്റ്റിക്കേറ്റഡ് ആയ ചോദ്യങ്ങളെയാണ് സോക്രട്ടീസ് ഈ ഒരു മെത്തേഡിലൂടെ പരിശോധിക്കാൻ വേണ്ടി പോകുന്നത്. ഇദ്ദേഹം ഒരിക്കലും എലാബറേറ്റഡ് ആയ എല്ലാ ചിന്തകരെയും പോലെ കൃത്യമായ ക്ലിയർ കട്ട് ഡെഫിനിഷൻ ഒന്നും നൽകുകയോ അല്ലെങ്കിൽ തിയറി കൊടുക്കുകയോ ചെയ്യുകയല്ല ചെയ്യുന്നത്. നേരെ മറിച്ച് കൃത്യമായ മെത്തേഡുകൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് നമുക്കിതിനെ ഡിസ്കവർ ചെയ്യാൻ പറ്റുന്നത്? ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ ഈ സോക്രാറ്റിക് മെത്തേഡ് എന്ന് പറയുന്നത്. സോക്രട്ടീസ് പറയുന്നത്, ഏറ്റവും സാധാരണമായ സംഭാഷണങ്ങളിൽ നിന്നും അസാധാരണമായ മഹാത്ഭുതങ്ങൾ സംഭവിക്കാം, അല്ലെങ്കിൽ അസാധാരണമായ കണ്ടുപിടുത്തങ്ങൾ സംഭവിച്ചേക്കാം എന്നുള്ളതാണ്. നമ്മൾ വളരെ സാധാരണമാണ് എന്ന് കാണുന്ന പല അഭിപ്രായങ്ങളിൽ നിന്നും പല സംസാരങ്ങളിൽ നിന്നുമാണ് വലിയ വലിയ കണ്ടുപിടുത്തങ്ങളും പുതിയ വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെയാണ് സോക്രട്ടീസിനെ ഈ ഒരു അപ്പോളോയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് വല്ലാതെ പിടിച്ചുലക്കാനുള്ളൊരു കാരണം. അദ്ദേഹം പറയുന്നത്, എനിക്കൊന്നും അറിയില്ല, പ്രത്യേകിച്ചുള്ള ഏതെങ്കിലും ഡിവൈൻ റിലേഷനോ സീക്രട്ട് നോളേജോ ഏതെങ്കിലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡിഗ്രീസോ ഒന്നുമില്ല. എന്നിട്ടും ദൈവം അത്തരത്തിലുള്ള ഒരു അശരീരി അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്ലെയിം പറയണമെന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരിക്കും. ഇതിനുള്ള സൂപ്പർസ്റ്റിഷനോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ചൊന്നുമല്ല നമ്മൾ പറയുന്നത്. അദ്ദേഹം എങ്ങനെയാണ് ആ ഒരു മെത്തേഡിലേക്ക് നടന്നത് എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ ഈ ഒരു ഐഡിയയിൽ നിന്നാണ് ഈ അപ്പോളോ എന്ന് പറയുന്നത് ഒരു ഫാക്ച്വൽ ആയിട്ടുള്ള ക്ലെയിമാണ് പറയുന്നത്. സോക്രട്ടീസ് ആണ് ഈ വേൾഡിൽ ഏറ്റവും വൈസർ എന്നുള്ളത്. അങ്ങനെയാണ് അദ്ദേഹം ആ നാട്ടിലുള്ള എല്ലാവരെയും അദ്ദേഹം അറിയുന്ന എല്ലാവരെയും അദ്ദേഹം ഇൻ്റർവ്യൂ എടുക്കുകയാണ് ചെയ്യുന്നത് പോയിട്ട്. അതായത് എന്താണ് എന്നെ മറ്റുള്ള വ്യക്തികളിൽ നിന്നും മാറ്റി നിർത്തുന്നത് എന്നുള്ള ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട്. ഇതിൽ നിന്നാണ് ഇദ്ദേഹത്തിൻ്റെ മനുഷ്യൻ്റെ പ്രകൃതിയെക്കുറിച്ചും മനുഷ്യൻ്റെ സാമൂഹികമായ അദ്ദേഹത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം മനസ്സിലാക്കുന്നത്. ഇനി നമ്മൾ കാര്യത്തിലേക്ക് കടക്കാം. അദ്ദേഹം പറയുന്നത്, ആദ്യം പൊളിറ്റീഷ്യൻസിനെ പോയി കാണും. ഇവിടെയുള്ള രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്, ഞങ്ങൾക്കറിയാം നീതി എന്നാൽ എന്താണ്. നമ്മൾ നാടുകളിലൊക്കെ കാണുന്നുണ്ട്, പല പദ്ധതികളും ആവിഷ്കരിക്കുന്നു, പല പദ്ധതികളും ഉണ്ടാകുന്നു, ഇതാണ് നീതി എന്നുള്ളൊരു അർത്ഥത്തിലാണ് ഇവിടെയുള്ള രാഷ്ട്രീയ ചിന്തകന്മാരും രാഷ്ട്രീയത്തിലുള്ള വ്യക്തികളൊക്കെ സംസാരിക്കുന്നത്. അങ്ങനെയാണ്. നേരെ മറിച്ച് സോക്രട്ടീസിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്, പൊളിറ്റീഷ്യനെ നേരിട്ട് പോയി കാണുകയും അയാളോട് ചോദിക്കുന്നത്, എന്താണ് ഒരു പ്രവൃത്തിയെ
തെറ്റും ശരിയുമാക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. ആ സമയത്ത് അദ്ദേഹം ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് പല രാഷ്ട്രീയ പ്രമുഖർക്കും ഇതിന് മറുപടി പറയാൻ പറ്റുന്നില്ല. ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെയാണ് ലോകത്ത് നന്മയുണ്ടാകുന്നത് എന്ന് അവകാശപ്പെടുന്ന പൊളിറ്റീഷ്യൻസിന് ഒരിക്കലും എന്താണ് ജസ്റ്റിസ് എന്ന് കൃത്യമായി വ്യാഖ്യാനിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ശേഷം അദ്ദേഹം കവികളുടെ അടുത്തേക്ക് പോകുന്നു. കവികൾ എന്ന് പറയുന്നത് ഒരു പ്രത്യേക വിഭാഗം ആൾക്കാരാണ്. കവികൾ അവകാശപ്പെടുന്നത് ഞങ്ങൾക്ക് മനുഷ്യൻ്റെ ആർക്കും അറിയാത്ത ചില വികാര വിചാരങ്ങളെക്കുറിച്ചുള്ള പ്രത്യേക ഉൾക്കാഴ്ച ഉണ്ട് എന്നുള്ളതാണ്. അതാണ് കവികളുടെ ഒരു അവകാശവാദം എന്ന് പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് ധൈര്യം, എന്താണ് സ്നേഹം എന്നുള്ളത് കവികളോട് ചോദിക്കുകയാണെങ്കിൽ ആർക്കും മനസ്സിലാവാത്ത പല അഭിപ്രായങ്ങളും പറയാന്നുള്ളതല്ലാതെ എന്താണ് എന്നുള്ളത് കൃത്യമായി നിർവചിക്കാനോ അതിനെക്കുറിച്ച് സംസാരിക്കാനോ കവികൾക്കും പറ്റുന്നില്ല. പിന്നീട് അദ്ദേഹം അധ്യാപകരെ പരിശോധിക്കുകയാണ്. അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവരൊരിക്കലും തങ്ങൾ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഏരിയയിൽ ഞങ്ങൾ 100% വിദ്യാസമ്പന്നരാണ് എന്നുള്ളൊരു അർത്ഥത്തിലാണ് അധ്യാപകരാണെങ്കിലും സോക്രട്ടീസിനോട് പെരുമാറുന്നത്. മറ്റുള്ള ജോലി എടുക്കുന്ന ആൾക്കാർ, ക്രാഫ്റ്റ്സ്മാൻ പോലെയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവരും അവരുടെ ഏരിയയിൽ കൃത്യമായ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളാണ്. പിന്നെ സോക്രട്ടീസ് ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം, പൊളിറ്റീഷ്യൻ ആണെങ്കിലും പോയറ്റ് ആണെങ്കിലും ടീച്ചറാണെങ്കിലും ക്രാഫ്റ്റ്സ്മാൻ ആണെങ്കിലും ഇവർ 4 പേരും ഒരിക്കലും പരസ്പരം ബന്ധപ്പെടുന്നില്ല. ഒരു ഷോ മേക്കർ ആണെങ്കിൽ അദ്ദേഹം പറയുന്നത് നീതിയെക്കുറിച്ച് സംസാരിക്കുന്നത് അത് രാഷ്ട്രീയക്കാരാണ്, ദൈവത്തിനെ കുറിച്ച് സംസാരിക്കേണ്ടത് അത് മറ്റുള്ള ആളുകളാണ്, ഇനി കവിതയെക്കുറിച്ച് സംസാരിക്കേണ്ടത്, മനുഷ്യൻ്റെ വികാരങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ടത് കവികളാണ്. കവികളാണെങ്കിൽ രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ടത് രാഷ്ട്രീയക്കാരാണ്. ഇങ്ങനെ മനുഷ്യർ പരസ്പരം വിഭാഗീയതയിലായി അല്ലെങ്കിൽ പരസ്പരം വ്യത്യസ്ത വിഭാഗങ്ങളിലായി നിൽക്കുന്ന ഒരവസ്ഥയാണുള്ളത്. സോക്രട്ടീസ് ഇതിൽ നിന്നാണ് വളരെ ക്രൂഷ്യലായ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അദ്ദേഹം പറയുന്നത് ഒരു മനുഷ്യനെ വൈസറാക്കുന്നത് അദ്ദേഹത്തിന് എന്തറിയുമെന്നുള്ളതോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അറിയാവുന്ന വിവരത്തിൻ്റെ കണക്കനുസരിച്ചോ അല്ല. നേരെ മറിച്ച് എനിക്കൊന്നും അറിയില്ല എന്നുള്ളത് നമ്മൾ അർത്ഥം പറയുകയാണെങ്കിൽ കൂടുതൽ അറിവുകൾ ശേഖരിക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റിയിൽ നിന്നാണ് ഒരാൾ ഏറ്റവും കൂടുതൽ വൈസറാവുന്നത് എന്നുള്ളതാണ്. പോയറ്റിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കൂടുതൽ ഓപ്പൺ ആയിരിക്കണം, കൂടുതൽ വികാരങ്ങളെക്കുറിച്ചും വിചാരങ്ങളെക്കുറിച്ചും പഠിക്കാൻ കൂടുതൽ ഒരു താല്പര്യം കാണിക്കേണ്ടതുണ്ട്. പൊളിറ്റീഷ്യൻ ആണെങ്കിൽ അദ്ദേഹം ഒരിക്കലും എന്താണ് ജസ്റ്റിസ് എന്ന് പറയുന്നതിന് കൃത്യമായ ഉത്തരം തരാനുള്ള ഒരു സാധ്യതയുമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മുഴുവൻ അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവനും ഈ ഒരു പൊളിറ്റിക്കൽ വർക്ക് അല്ലെങ്കിൽ സോഷ്യൽ വർക്കിൽ വളരെ ഡിപ്പെൻഡൻ്റ് ആയിട്ടാണുള്ളത്. ഈ ഒരു സെൽഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്, അദ്ദേഹം പറയുന്നത് പോയറ്റ് ആണെങ്കിലും ക്രാഫ്റ്റ്സ്മാൻ ആണെങ്കിലും ടീച്ചറാണെങ്കിലും എല്ലാവരും സെൽഫ് എക്സാമിൻ ചെയ്യണം എന്നുള്ളതാണ്. സെൽഫ് എക്സാമിൻ ചെയ്യുന്നത് ഷെയർഡായിട്ടുള്ള കുറച്ച് സ്റ്റുപ്പിഡായ, അദ്ദേഹം അങ്ങനെ തന്നെയാണ് പറയുന്നത്, ഷെയർഡായ ഒരു സമൂഹത്തിൽ സമ്മതിയുള്ള കാര്യങ്ങളല്ല വസ്തുത എന്ന് പറയുന്നത്. ഒരു അഭിപ്രായത്തെ എത്ര പേർ വിശ്വസിക്കുന്നു എന്നുള്ളതല്ല ഒരു അഭിപ്രായം സത്യമാണോ തെറ്റാണോ എന്നുള്ളതിൻ്റെ ഒരു തീരുമാനിക്കുന്നതിൻ്റെ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത്. നേരെ മറിച്ച് അതിനെ നിങ്ങൾ എക്സാമിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അതിലേക്ക് കൂടുതൽ അഭിപ്രായങ്ങളും സാധ്യതകളും നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടോ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഒരു വയസ്സായ ഒരാളുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഇത്തരത്തിൽ ഈ ഒരു പൊളിറ്റീഷ്യനെയും പോയറ്റിനെയൊക്കെ കണ്ട സമയത്തും ഒരിക്കലും ഇവർക്കാർക്കും കൃത്യമായ ഡെഫിനിഷനെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്.